ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ എതിർപ്പുമായി സിപിഐഎം. സർക്കാർ നീക്കം ജനാധിപത്യ വിരുദ്ധമെന്നും നടപടി ഫെഡറലിസത്തിന്റെ തത്വങ്ങൾക്കെതിരെന്നും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി. വിഷയത്തിൽ തീരുമാനമെടുക്കാനായി നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അജണ്ടയും ലക്ഷ്യവും മുൻകൂട്ടി നിശ്ചയിച്ചതെന്ന് വിമർശനം. ഇക്കാര്യം വ്യക്തമാക്കി ഉന്നതതല സമിതിക്ക് സിപിഐഎം കത്ത് നൽകി. വിശദാംശങ്ങളുമായി ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ എന്താണ് സിപിഐഎം നിലപാട്? ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ എതിർപ്പുമായാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉന്നതതല സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായ നൽകിയ കത്തിലാണ് ഇക്കാര്യം CPM കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നത്. ഉന്നതതല സമിതിയുടെ സ്ഥാപനത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CPM കേന്ദ്ര കമ്മിറ്റി നിലപാട് എടുത്തിരിക്കുന്നത്. ഉന്നതതല സമിതിയുടെ അജണ്ടയും ലക്ഷ്യവും മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്നാണ് ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉന്നതതല സമിതിയുടെ നിലപാട് അറിയിച്ചുകൊണ്ട് എഴുതിയ കത്തിൽ ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നതിനും അതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനുമായാണ് സമിതി രൂപീകരിച്ചത് എന്ന് പറയുമ്പോൾ, എന്നാൽ സമിതി ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആശയവിനിമയം നടത്തിയ ഘട്ടത്തിൽ ഇത് ഏത് തരത്തിൽ നടപ്പാക്കാം എന്നതാണ് തങ്ങൾ പരിശോധിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഇക്കാര്യം നടപ്പാക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളോട് അഭിപ്രായം തേടുന്നത്. അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയല്ല സമിതി ചെയ്യുന്നത് എന്നും ഉന്നതതല സമിതിയുടെ രൂപീകരണത്തിൽ തന്നെ പ്രതിഷേധമുണ്ട് തങ്ങൾക്ക് എന്നുമാണ് CPM വ്യക്തമാക്കുന്നത്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഭരണഘടനയുടെ അന്തസത്തയ്ക്കും ആത്മാവിനും എതിരാണെന്നും ഈ നീക്കം ജനാധിപത്യ വിരുദ്ധമാണ് എന്നും CPM കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നു. ഫെഡറലിസത്തിന്റെ തത്വങ്ങൾക്ക് എതിരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നത് എന്നുമാണ് കത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നത്. 2018 തന്നെ ഇക്കാര്യം തങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നും CPM വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മറുപടി കത്തിൽ. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.